ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു നോൺ വെജ് റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബീഫ് ഇഷ്ടപ്പെടുന്നവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയിൽ ഒന്നായിരിക്കും ഇത്. നല്ലൊരു ബീഫ് വരട്ടാണ്. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ബീഫ് വരട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു 2 ഏലക്കയും ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി, മുഴുവൻ പെരിഞ്ജീരകമാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 250 ഗ്രാം അളവിൽ ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി അങ്ങനെ അരിയൊന്നും വേണ്ട, നമുക്കങ്ങനെ മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ചെറിയുള്ളി നമ്മുടെ ഈ ബീഫ് വരട്ടിന് കൂടുതലായിട്ട് വേണം. അതാണ് ഈ ബീഫ് വരട്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഈ സമയത്ത് ഞാനൊന്ന് ഹൈയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഹൈയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം ചെറിയ രീതിയിലൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 3 പച്ചമുളകും കൂടി, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർക്കാം. 1 കിലോ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ബീഫ് ചേർത്തിട്ടുള്ളത്. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഈ ബീഫിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇനി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് നമ്മുടെ ഈ മസാലകളെല്ലാം നമ്മുടെ ഈ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ആ ഒരു രീതിക്ക് തന്നെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ആ ബീഫിലുള്ള വെള്ളമെല്ലാം വരുന്നുണ്ട്, ഒരുപാട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വേവ് കൂടുതലുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല നല്ല ഇളം ബീഫാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു വെള്ളം തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസിൽ ഒരു 2 തക്കാളി ഞാൻ ഇതുപോലെ ഇത്രയും വലിയൊരു പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തക്കാളി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ കറിവേപ്പിലയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ കുക്കറിലേക്ക് ഇടുന്നത് ഒരു 9 വിസിലോളം ഇടുകയാണ്. അതായത് ഓരോ ബീഫിനും വേഗിനനുസരിച്ചിട്ട് വിസിലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് പെട്ടെന്ന് വേകുന്ന ബീഫാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു 5 വിസിലിൽ എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അളവിൽ നമുക്ക് വിസിൽ വെക്കാവുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഹൈയിൽ വെക്കരുത്, മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ ഒരു 9 വിസിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരുന്നൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ.
ഞാൻ ഇപ്പോൾ ഇതിലൊരു 9ഓളം വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇരുന്നതിൽ കംപ്ലീറ്റ് പ്രഷർ പോകട്ടെ. അതിനുശേഷം മാത്രം ഇതൊന്ന് തുറന്ന് നോക്കാം. അതായത് ഇപ്പോഴേ ഇതിലെ പ്രഷറൊന്നും തുറന്ന് വിട്ടിട്ട് നമ്മൾ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഇതിൽ ഇങ്ങനെ ഇരുന്ന് ആ പ്രഷർ കംപ്ലീറ്റും പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറന്നെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ലായിരുന്നു. എങ്കിലും കുറച്ച് വെള്ളം കൂടി ഇനിയും വറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി എടുക്കാം. കടായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 സവാള വരെ എടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ സവാള എല്ലാം ഒന്ന് വഴണ്ട് തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത കനം കുറച്ച് അരിഞ്ഞെടുത്ത കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും കൂടി. തേങ്ങാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറി തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുകയാണ്. അതായത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവി ഉള്ളതാണ്. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് വറ്റി കിട്ടണം. ഫ്ലെയിം ഹൈയിലേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും ഇതുപോലെ അതിലുണ്ടായിരുന്ന ഗ്രേവി എല്ലാം ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. അപ്പോൾ ഈ കുരുമുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ലാസ്റ്റിൽ മാത്രം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരല്പം കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. കുറച്ച് സമയം കൂടി ഞാൻ ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ബീഫ് വരട്ടെല്ലാം നല്ല സൂപ്പറാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേവി നമുക്ക് ഇതിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. എത്ര എളുപ്പത്തിലും എത്ര രുചികരമായിട്ടാണ് നമ്മുടെ ബീഫ് വരട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടാണെന്ന്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ബീഫ് വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. ബീഫിൻ്റെ കൂടെ നമുക്കിത് മട്ടനിലും തയ്യാറാക്കാം. പക്ഷേ ചിക്കനിൽ നമുക്ക് ഈ ഒരു രീതിക്ക് തയ്യാറാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. ബീഫാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നവർ എല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് അറിയാമോ? കുറച്ച് പഴംപൊരിയാണ് കേട്ടോ. നല്ല പഴംപൊരിയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയും ബീഫ് വരട്ടും ഒക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.